ഇപ്പോൾ നമ്മുടെ ഒരു ഹീറോ എക്സ്പൾസ് 200 എടുത്ത് നോക്കിയാലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു SD അഡ്വഞ്ചർ എടുത്ത് നോക്കിയാലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു KTM അഡ്വഞ്ചർ 390 എടുത്ത് നോക്കിയാലും, ഒരു BMW 310 GS എടുത്ത് നോക്കിയാലും, ഇവരെയൊക്കെ ഒരു മൂലയ്ക്കോട്ട് മാറ്റി നിർത്തുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഹിമാലയനിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു 4 ഗിയർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് തന്നെ പോകുന്നതാണ്, സ്മൂത്തായിട്ട് വലിച്ചെടുത്തുകൊണ്ട് പോകും. പക്ഷേ ഒരു 5ാമത്തെ ഗിയറിലേക്ക് ഇടുമ്പോഴത്തേനും ഒരു ഹിമാലയൻ പോലെ നിങ്ങൾ ഓഫ് റോഡ് ചെയ്യായിരുന്നു. പക്ഷേ ഓഫ് റോഡിന് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഓഫ് റോഡിനേക്കാളും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇവനെ. ഓടിക്കുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടിട്ട് തരാം. ഹലോ ഗൈസ്, സിറ്റ് വീലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗൈസ് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നമ്മുടെ അടുത്ത് നിന്നുള്ളത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ പുതിയ സ്ക്രാം 411 ആണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ സ്ക്രാമിൻ്റെ വിശേഷങ്ങളാണ്. ഗൈസ്, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നേരെ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, നേരെ കയറി ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കുക. അപ്പോൾ ഗൈസ്, ഒട്ടും സമയം കളയണ്ട, നേരെ നമുക്ക് ഇവൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് വണ്ടി തന്നത് റോയൽ എൻഫീൽഡ് സെൻറ്റ് മേരീസ് തിരുവല്ലയാണ്. അപ്പോൾ നമ്മുടെ റോയൽ എൻഫീൽഡ് സെൻറ്റ് മേരീസ് തിരുവല്ലയ്ക്ക് ഒരു ബിഗ് താങ്ക്സ്. കാര്യം നമ്മൾ വണ്ടി വിളിച്ച് ചോദിച്ചപ്പോൾ തന്നെ വണ്ടി തന്നു, പോര് റിവ്യൂ ഒക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല പോരെന്ന് പറഞ്ഞ് തന്നതിന് വലിയ താങ്ക്സ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ റോയൽ എൻഫീൽഡ് അവതരിപ്പിച്ചേക്കുന്ന സ്ക്രാം 411. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവൻ്റെ ലുക്കിലേക്ക് നോക്കാം. അപ്പോൾ ലുക്കിൻ്റെ ഭാഗം എടുത്ത് പറയുവാണെങ്കിൽ, നമ്മുടെ പെട്ടെന്ന് വണ്ടിയെപ്പറ്റി വണ്ടി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഹിമാലയനെ ജസ്റ്റ് ഒന്ന് ഷർട്ട് വരി ഒന്ന് ടീഷർട്ട് ഇട്ടു, അത്രയേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിമാലയൻ സെയിം തന്നെയാണ്, പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. സെയിം ആണെന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ഹിമാലയനുമായിട്ട് സെയിം ആണ്. സെയിം എഞ്ചിനും സെയിം എക്സോസ്റ്റും ഗിയർ ബോക്സും കാര്യങ്ങളെല്ലാം ഹിമാലയനായിട്ട് സെയിം ആണ്. പക്ഷേ അതായത് മാപ്പ് ചെയ്തേക്കുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് ഞാൻ കുറച്ച് അങ്ങോട്ട് പറയാം. ഗൈസ്, ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ്. ഹാലജൻ ഹെഡ്ലൈറ്റാണ് വന്നിരിക്കുന്നത്. അതിൽ ചെറിയൊരു LED പാർക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹിമാലയൻ്റെ ഹെഡ്ലൈറ്റ് വെച്ച് നോക്കുമ്പോൾ സെയിം ആണ്, പക്ഷേ അതിൻ്റെ ആ ഒരു ഹൈറ്റ് കുറച്ച് താന്നിട്ടുണ്ട് ഹിമാലയൻ വെച്ച് നോക്കുമ്പോൾ. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റുമായിട്ട് ചേർന്നാണ് ഈ ഇൻഡിക്കേറ്ററിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഹിമാലയനിലുള്ള ആ ഒരു ഷീൽഡ് മാറ്റിയിട്ടുണ്ട്. ആ ഒരു ടോട്ടലി സ്ക്രാമിൻ്റെ ലുക്ക് വരാൻ വേണ്ടിയാണ് ഈ ഒരു ഷീൽഡ് മാറ്റി. ഇവിടെ ഒരു കവളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു സസ്പെൻഷനാണ്. സസ്പെൻഷൻ്റെ ട്രാവൽ 10 mm കുറച്ചിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ഹിമാലയനിൽ 200 mm ആയിരുന്നു സസ്പെൻഷൻ, ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്ക്രാമിൽ വന്നിരിക്കുന്നത് 190 mm ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു മഡ് ഗാർഡിൻ്റെ പോർഷൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഹിമാലയനേക്കാളും കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി വരുത്തിയിട്ടുണ്ട് ഈ ഒരു മഡ് ഗാർഡിൻ്റെ ഭാഗത്ത്. ഒരു മഡ് ഫ്ലാപ്പ് വന്നിട്ടില്ല, അതായത് ഹിമാലയന് വന്നിട്ടുള്ള പോലെ ഒരു ഫ്ലൈ മഡ് ഗാർഡ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മുടെ ടയേഴ്സിൻ്റെ സെക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും സിയറ്റിൻ്റെ ടയേഴ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു സ്പോക്ക് വീൽസ് വന്നിരിക്കുന്നത് 19 ഇഞ്ചും ബാക്കിൽ 17 ഇഞ്ചും. നമ്മുടെ ഹിമാലയൻ എടുത്ത് നോക്കുവാണെങ്കിൽ 21 ഇഞ്ചിൻ്റെ സ്പോക്ക് വീൽസ് ആയിരുന്നു വന്നിരുന്നത്, ബാക്കിൽ 19 ആയിരുന്നു. ഈ ഒരു സ്ക്രാം ലുക്ക് വരാൻ വേണ്ടിയാണ് നമ്മുടെ ആ ഒരു സ്പോക്ക് വീലിൻ്റെ സൈസ് കുറച്ചിരിക്കുന്നത്. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ഡുവൽ ചാനൽ ABS ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഹിമാലയനിലെ പോലെ സ്വിച്ചബിൾ അല്ല, അതായത് ABS നമുക്ക് ഓഫ് ആക്കാൻ പറ്റത്തില്ല. ഫ്രണ്ടിൽ ഡിസ്ക് വന്നിരിക്കുന്നത് 300 mm ആണ്, ബാക്കിൽ 240 mm ആണ് ഡിസ്ക് ബ്രേക്ക് വന്നിരിക്കുന്നത്. നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് ബ്രേക്ക് ബൈറ്റ് ഉള്ള ഒരു ഫീൽ അല്ലെങ്കിലും നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഹിമാലയനെ കണ്ടിട്ടുള്ള സെയിം ടാങ്കാണ്. ഈ ഒരു ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 ലിറ്റേഴ്സ് കപ്പാസിറ്റിയാണ്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഹിമാലയനിൽ കണ്ടിട്ടുള്ള ആ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പോർഷൻസ് വന്നിട്ടുണ്ട്. ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും ഇവിടെ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ലൊരു രസമുണ്ട് കാണുമ്പോൾ തന്നെ. ഈ ഒരു ടാങ്കിൽ 411 എന്നുള്ള ഒരു സ്റ്റിക്കർ വർക്ക്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ, സൈഡ് പാനലിലേക്ക് നോക്കുവാണെങ്കിൽ ഹിമാലയനിലെ പോലെ ചെറിയൊരു സാമ്യമുണ്ട്, പക്ഷേ ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ബാഡ്ജിങ് ആണ്, ഹിമാലയൻ സ്ക്രാം 411 അല്ലെങ്കിൽ സ്ക്രാം 411 എന്നൊക്കെ പറയാം. അപ്പം ഈ ഒരു ഭാഗം നല്ല രീതിയിലൊരു നീറ്റ്നെസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഹിമാലയൻ്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു, ആ ഗ്യാപ്പൊക്കെ ഫില്ലാക്കി ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ചേസ് എടുത്ത് നോക്കുവാണെങ്കിൽ സെമി ഡബിൾ ക്രാഡിൽ ചേസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ഹിമാലയന് കണ്ടിട്ടുള്ള സെയിം ചേസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫുഡ് പെഗും ഫുഡ് റെസ്റ്റും ഒക്കെ നോക്കി കഴിഞ്ഞാൽ സെയിം ഹിമാലയനായിട്ട് യാതൊരു തരത്തിലുള്ള വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു എക്സോസ്റ്റിൻ്റെ ഭാഗം എടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു ഹീറ്റ് ഷീൽഡിൻ്റെ ഭാഗത്ത് ഒരു മാറ്റ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഹിമാലയനിലെ പോലെ സെയിം ആണ്, പക്ഷേ ഒരു കളറിൻ്റെ കാര്യത്തിന് മാത്രമേ ഒരു ചേഞ്ച് വന്നിട്ടുള്ളൂ. പിന്നെ സൗണ്ടിൻ്റെ ഭാഗം എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഹിമാലയനുമായിട്ട് സെയിം സൗണ്ടാണ്, യാതൊരു വ്യത്യാസവുമില്ല.
പിന്നെ ഞാൻ തുടക്കം പറഞ്ഞ പോലെ ആ ഒരു മാപ്പ് ചെയ്തതുകൊണ്ട് കുറച്ചൊരു സ്മൂത്ത്നെസ് അത് ഞാൻ ഓടിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ടയേഴ്സ് വരുന്നത് ഞാൻ തുടക്കം പറഞ്ഞ പോലെ സീറ്റിൻ്റെ ടയേഴ്സാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. ഫ്രണ്ടിൽ 90 സെക്ഷൻ ടയേഴ്സും ബാക്കിൽ 120 ടയേഴ്സുമാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. നല്ല രീതിയിലൊരു ലുക്ക് തന്നെ, പെട്ടെന്ന് ബാക്കിൽ നോക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു പ്രത്യേക ലുക്ക് എന്ന് തന്നെ പറയാം. അപ്പം ബാക്കിലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ചേഞ്ച് വന്നിരിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോഴത്തേന് ബാക്ക് ഹിമാലയനായിട്ട് സാമ്യം തോന്നുന്നതെന്ന് ചോദിച്ചാൽ തോന്നി, ഇല്ലയെന്ന് ചോദിച്ചില്ല. പക്ഷേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ ഈ ഒരു ബാക്ക് ലൈറ്റ്, ടെയിൽ ലൈറ്റ് സെയിം ഹിമാലയനായിട്ടുള്ള സെയിം ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ ഒരു ഭാഗം കുറച്ചുകൂടെ താഴ്ത്തിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രാംബ്ലറിൻ്റെ ലുക്ക് അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു ഭാഗമൊക്കെ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ പൊസിഷൻസ് മാറ്റിയിട്ടുണ്ട്, നമ്പർ പ്ലേറ്റ് ഓർഡറിൻ്റെ പൊസിഷൻസ് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഒരു എൻറ്റയർലി ഡിഫറൻറ്റ് ലുക്കാണ് നമ്മുടെ ഹിമാലയനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നമ്മുടെ സസ്പെൻഷൻ്റെ ഭാഗം എടുത്ത് നോക്കിയാണെങ്കിൽ 10 mm നമ്മുടെ ട്രാവൽ കുറച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് സസ്പെൻഷനാണ്. അത് നല്ല രീതിയിലൊരു പെർഫോമൻസ് തരുന്നുണ്ട് നമുക്ക് ഓടിക്കുന്ന സമയത്ത്. പില്ലിയൺ വെച്ച് പോകുന്ന സമയത്താണെങ്കിലും നമ്മൾ റൈഡർ വെച്ച് പോകുന്ന സമയത്താണെങ്കിലും നല്ല രീതിയിലൊരു പെർഫോമൻസ് നമുക്ക് സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഹീറ്റിംഗ് ഇഷ്യൂസിൻ്റെ കാര്യം പരിഹരിക്കാനായിട്ട് ഹിമാലയനിൽ കണ്ട പോലെ BS6 ഹിമാലയനിൽ കണ്ട പോലെ തന്നെ സെയിം ഓയിൽ കൂൾഡ് സിസ്റ്റം പ്ലസ് എയർ കൂളിംഗ് ആണ് വന്നിരിക്കുന്നത്, സെയിം ഹിമാലയനായിട്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് കുറച്ചു. സീറ്റിൻ്റെ കാര്യം ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് സീറ്റ് ഹൈറ്റ് കുറച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹിമാലയൻ ഓഫ് റോഡ് ചെയ്യുന്ന പോലെ ഇവനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയൊക്കെ തട്ടി പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. പ്ലസ് പിന്നെ സീറ്റ് കംഫർട്ടിൻ്റെ കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹിമാലയൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കംഫർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കംഫർട്ടാണ്. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ സീറ്റാണ്. ഹിമാലയനിൽ കണ്ട പോലുള്ള ഒരു സ്പ്ലിറ്റ് സീറ്റല്ല, സിംഗിൾ സീറ്റാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മേളൊരു കവർ വന്നതുകൊണ്ട് തന്നെ കുറച്ച് കട്ടി കൂടിയിട്ടുണ്ട് ഹിമാലയൻ വെച്ച് നോക്കുമ്പോൾ പൊടിക്ക്. എങ്കിലും ഈ ഒരു ഇത് കണ്ടോ, പില്ലിയൺ ആയാലും റൈഡറിന് നല്ല വിശാലമായിട്ടിരിക്കാം. പില്ലിയൺ അത്രയ്ക്ക് റൈഡറിൻ്റെ അത്രയും കംഫർട്ട് ഇല്ലെങ്കിലും ഒരു 80% കംഫർട്ട് നമ്മുടെ പില്ലിയണിന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓഫ് റോഡൊക്കെ ചെയ്യുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ തന്നെ റൈഡറിന് എണീറ്റ് ചെയ്യുന്ന നീസൊക്കെ നമ്മുടെ ടാങ്ക് ഹഗ് ചെയ്ത് പിടിക്കുന്ന പോലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കംഫർട്ടുണ്ട്. പിന്നെ കഴിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കി കെയർ ചെയ്യുന്നിട്ട് കാണിച്ചു തരാം. സീറ്റ് ഹൈറ്റ് നമ്മുടെ ഹിമാലയനേക്കാളും കുറച്ചിട്ടുണ്ട്. അതായത് 800 mm ആയിരുന്ന സീറ്റ് ഹൈറ്റ് 5 mm ആയിട്ട് കുറച്ചിട്ടുണ്ട്. അതായത് ഇപ്പം ഹിമാലയനിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800 mm ആയിരുന്നു, 5 mm കുറച്ചുകൂടി തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും കുറഞ്ഞു, സീറ്റ് ഹൈറ്റും കുറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഈസി ആയിട്ട് കൊണ്ട് നടക്കാം. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് 171 cm ആണ്. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് നൈസായിട്ട് തറയിൽ കാല് കുത്തെങ്കിലും ചെറുതായിട്ടൊന്ന് തറയുന്ന എത്തിക്കുത്ത രീതിയിലുള്ള. പക്ഷേ അത് നിങ്ങൾക്ക് പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാനോ അങ്ങനെയുള്ള പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല. നൈസായിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. നമ്മുടെ 198 കിലോയോളം ഉള്ള നമ്മുടെ ഹിമാലയൻ്റെ വെയിറ്റ് കുറച്ചിട്ട് ഇതിനകത്ത് ഏകദേശം ഒരു 185 കിലോഗ്രാം മാത്രമേ ഭാരം വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് വളവിലും തിരിവിലും ട്രാഫിക്കിലും ഓഫ് റോഡൊക്കെ ചെയ്യാൻ. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ഓഫ് റോഡ് ഹിമാലയൻ ചെയ്യുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ചെയ്യാൻ നിൽക്കരുത്, പണി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യരുതെന്നല്ല പറഞ്ഞത്. ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഹിമാലയൻ പോലെ നിങ്ങൾ ഓഫ് റോഡ് ചെയ്യരുത്. പക്ഷേ ഓഫ് റോഡിൻ്റെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഓഫ് റോഡിനേക്കാളും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇവനെ നിങ്ങൾ ലോങ് റൈഡ് പോകാനും അഥവാ അല്ലെങ്കിൽ കൂടുതൽ യാത്രകൾ ചെയ്യാനായിട്ടാണെങ്കിൽ നല്ലതാണ്. പിന്നെ സ്ക്രാംബ്ലറിന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഗൈസ്. പിന്നെ നമ്മൾ പറയാൻ വിട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാബ് റെയിലിൻ്റെ ഒരു പോർഷനാണ്. നമ്മുടെ ഹിമാലയനിൽ കണ്ടതുപോലല്ല, ഒരു എൻ്റയർ ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു പോർഷൻ എന്നൊക്കെ പറയുന്നത് ഹിമാലയനിൽ നിന്ന് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട്, അതായത് കീയൊക്കെ ഇടുന്ന ഈ ഒരു പോർഷനാണ് ഹിമാലയൻ്റെ സെയിം ആണ്. പക്ഷേ ഈ ഒരു ഭാഗമൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ സാഡിൽ ബാഗ് വെക്കാനുള്ള ഒരു പോർഷൻ ഹിമാലയൻ്റെ പോലെ അത്രയ്ക്ക് ഒരു അപ്ഗ്രേഡഡ് അല്ല നമ്മുടെ ഈ ഒരു ഗ്രാബ് റെയിലിൻ്റെ ഭാഗത്തുനിന്ന് സ്ക്രാം 411 നിന്ന് വന്നിരിക്കുന്നത് ഗൈസ്. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ സെയിം നമ്മുടെ ഹിമാലയനിലുള്ള സെയിം ഹാൻഡിൽ ബാറിൻ്റെ സെയിം പൊസിഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സ്വിച്ചസിൻ്റെ ഭാഗത്തേക്ക് എടുത്ത് നോക്കുകഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഹിമാലയനെ കണ്ടുവന്ന പോലുള്ള സെയിം സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് തൊട്ടപ്പുറ, അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കുവാണെങ്കിൽ ഹൈ ബി ലോ ബി ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹോൺ സ്വിച്ച്, പാസ് സ്വിച്ച്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു എഞ്ചിൻ ബിൽ സ്വിച്ച് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്, അതായത് നമ്മുടെ 4 ഇൻഡിക്കേറ്റർ ഒരുമിച്ച് ഇടാൻ വേണ്ടിയുള്ള സ്വിച്ചും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്വിച്ചുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്ന് പറഞ്ഞൊരു സ്വിച്ച് കാണാം. അതെന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അപ്പം ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൽ എന്തൊക്കെ വരുന്നത് നോക്കി കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ഒരു ട്രിപ്പ് മീറ്റർ ഒരു 3 എണ്ണം വരുന്നുണ്ട്, അത് കൺട്രോൾ ചെയ്യാനാണ് ഈ ഒരു സ്വിച്ച്. അപ്പം ഇവിടെ നമ്മൾ സ്വിച്ച് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ മാറും. ഇവിടെ കണ്ടോ നമ്മുടെ ഒരു ട്രിപ്പ് ഇവിടെ 3 ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്, ട്രിപ്പ് എ, ട്രിപ്പ് ബി, ട്രിപ്പ് എഫ്,
പിന്നെ ഓഡോമീറ്റർ കാര്യങ്ങൾ വരുന്നുണ്ട്, ഒരു ചെറിയ ക്ലോക്ക്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററൊക്കെ വളരെ എത്രയും ചെറുതാക്കുക അത്രയും ചെറുതാക്കിയ ഒരു കുഞ്ഞ് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, പിന്നെ ഫ്യൂവലിൻ്റെ മീറ്റർ, ട്രിപ്പ് മീറ്റർ, വാണിംഗ് ലാമ്പ് കാര്യങ്ങളൊക്കെയാണ്. ഓഡോമീറ്റർ വന്നിട്ടില്ല, അതൊരു ചെറിയ പോരാമീറ്റർ എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ സ്ക്രാം 411 എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ആണ്. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് നാവിഗേഷൻ്റെ ഒരു മീറ്റർ വേണമെന്നുണ്ടെങ്കിൽ, അത് ഹിമാലയൻ കണ്ടിട്ടുള്ള പോലെ നാവിഗേഷൻ മീറ്റർ ചെറിയൊരു ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ കോൺടാക്ട് ചെയ്താൽ മതി. അത് നമുക്ക് കമ്പനിയായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് കുറച്ചുകൂടി അഡീഷണൽ ആയിട്ട് പൈസയും കാര്യങ്ങളൊക്കെ വരും. ഗൈസ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയുള്ള നമ്മുടെ ഹിമാലയൻ സ്ക്രാം 411 പറ്റി മൊത്തത്തിൽ പറയാനായിട്ടുള്ളത്. ഗൈസ് ഇപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓടിച്ചിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഓടിക്കുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാം. നമ്മുടെ ഹിമാലയൻ B6-ലുള്ള സെയിം എക്സോസ് നോട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവന് വന്നിരിക്കുന്നത്. ശരി, കമോൺ ബോയ് കമോൺ. ഗൈസ് അപ്പോൾ ഓടിക്കുമ്പോൾ എനിക്ക് തോന്നിയ ആദ്യത്തെ ഒരു ഫീൽ എന്ന് പറയുന്നത്, എനിക്ക് സെയിം ഹിമാലയൻ ഓടിച്ചപ്പോൾ ആ ഒരു സെയിം ഇമ്പാക്റ്റ് കിട്ടി. BS6 ഹിമാലയൻ ഓടിച്ചപ്പോൾ സെയിം ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മുടെ ആദ്യം തന്നെ നമുക്ക് ഗിയർ ബോക്സും ക്ലച്ചും ഒക്കെ പറയാം. 5 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്, 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് നമ്മുടെ സ്ക്രാം 411 വന്നിരിക്കുന്നത്. ക്ലച്ച് ഫീലൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ച് ഹാർഡാണ്. അത് നിങ്ങൾക്ക് ഈ ട്രാഫിക്കിലൊക്കെ നിർത്തിയിട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ റോഡിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്രയ്ക്ക് ഹാർഡാണെന്ന് വെച്ചാൽ അല്ല, പക്ഷേ അത്യാവശ്യം ഒരു ഹാർഡ്നെസ് ഉണ്ട്. ഇപ്പോൾ ഗിയർ ബോക്സിൻ്റെ കാര്യം പറഞ്ഞതോടുകൂടി തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഗിയർ ബോക്സ് വളരെ സ്റ്റിഫറായിട്ടുള്ളൊരു ഗിയർ ബോക്സ്, നല്ല ഹാർഡായിട്ടുള്ളൊരു ഗിയർ ബോക്സാണ്. അത് കാരണം നമുക്ക് ഒരു സോഫ്റ്റ്നെസ് ഇല്ല, ഒരു ഹാർഡുണ്ട്. നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇപ്പം ഇതിനെപ്പറ്റി ഒരു ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഹിമാലയൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു മോഡലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഒരു ഹീറോ എക്സ്പൾസ് 200 എടുത്ത് നോക്കിയാലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു SD അഡ്വഞ്ചർ എടുത്ത് നോക്കിയാലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു KTM അഡ്വഞ്ചർ 390 എടുത്ത് നോക്കിയാലും, ഒരു BMW 310 GS എടുത്ത് നോക്കിയാലും, ഇവരെയൊക്കെ ഒരു മൂലയ്ക്കോട്ട് മാറ്റി നിർത്തുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഹിമാലയനിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഞ്ചിനാണ്. അതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു ബൈക്കുകളിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലോങ് സ്ട്രോക്ക് എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്കൊരു അഡ്വഞ്ചർ ചെയ്യണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ഓഫ് റോഡിൽ കൂടെ പോകണമെങ്കിൽ തന്നെ കൂടുതൽ നമുക്ക് ടോർക്കാണ് ആവശ്യം. അവിടെ ഹൈ റവിങ് എഞ്ചിനേക്കാളും നമുക്ക് വേണ്ടത് കൂടുതൽ ടോർക്കാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിമാലയൻ എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഓഫ് റോഡറാണ്. അതുകൊണ്ട് ആ ഒരു സ്വഭാവമുള്ള ഇവനെ നമുക്ക് സ്ക്രാമിനെ നമുക്ക് ഒരു രക്ഷയില്ലാതെ ഓഫ് റോഡ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിമാലയൻ ചെയ്യുന്ന അത്രത്തോളം ഇതിനകത്ത് ഓഫ് റോഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. ഓഫ് റോഡിന് പറ്റിയ വണ്ടിയെന്നല്ല, കൂടുതൽ നിങ്ങൾ ട്രാവലിനാണ് നോക്കുന്നതെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള സ്ക്രാമ്പിൾ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയൻ സ്ക്രാം 411 ആണ്. അപ്പം കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് നോക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം SD എടുക്കാൻ താല്പര്യമുള്ള കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് നോക്കാനും കൂടി ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു ബിഗിനറിന് സെറ്റ് ചെയ്ത് വെച്ച പോലെയാണ് ഇതിൻ്റെ സസ്പെൻഷൻ. അധികം നമ്മളെ അപ്പോൾ ഇത് ഒരുപാട് ഓടിച്ച് പഠിക്കുന്ന ഒരാൾക്ക് വേണ്ട പോലത്തെ സസ്പെൻഷനും കാര്യങ്ങളൊന്നും അല്ല, നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയൊരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ. ഗൈസ് ഇപ്പോൾ ഗിയർ ബോക്സിൻ്റെ കാര്യത്തിലേക്ക് എടുത്ത് പറയുവാണെങ്കിൽ, ആദ്യത്തെ ഒരു 4 ഗിയർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് തന്നെ പോകുന്നതാണ്, സ്മൂത്തായിട്ട് വലിച്ചെടുത്തുകൊണ്ട് പോകും. പക്ഷേ ഒരു 5ാമത്തെ ഗിയറിലേക്ക് ഇടുമ്പോഴത്തേനും ഒരു മടിയനായിട്ടുള്ളൊരു ഗിയർ, നമ്മളങ്ങ് വല്ലാത്ത പോലെ അങ്ങ് ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള സ്പീഡ് പോലെയുള്ള ഒരു ഗിയറാണ്. 5ാമത്തെ ഗിയറിന് എനിക്ക് അധികം ടോർക്കില്ല, നല്ല ടോർക്കുണ്ട്, പക്ഷേ അധികം ടോർക്ക് അങ്ങോട്ട് എനിക്ക് കിട്ടിയില്ല, എനിക്കങ്ങോട്ട് തൃപ്തനായില്ല ഞാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 4 ഗിയർ എന്ന് പറയുമ്പോഴത്തേക്കും നൈസായിട്ട് ഇതിൻ്റെ ഒരു ക്രൂസ് സ്പീഡ് എന്ന് പറയുന്നത് 80 തൊട്ട് 100 വരെയാണ് ഇതിൻ്റെ ക്രൂസ് സ്പീഡ്. സ്വീറ്റ് സ്പോട്ട് സ്പീഡ് എന്ന് പറയുന്നത് 85-90 ആ റേഞ്ചാണ് ഇതിൻ്റെ ഒരു സ്പീഡ് വരുന്നത്. നല്ലതായിട്ട് നമുക്ക് ഒരു സ്ട്രെസ്സും ഇല്ലാതെ പോകാൻ പറ്റുന്ന സ്പീഡ് എന്ന് പറയുന്നത്. ഒരു 120 വരെയൊക്കെ നൈസായിട്ട് കയറി 120 കഴിയുമ്പോഴത്തേക്കിനും 5th ഗിയർ ഇടണം. 5th ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ആ 120 ഒന്ന് എണ്ണി പയ്യെ ഒരു 130 അങ്ങനെ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. നമുക്ക് സ്പീഡോമീറ്റർ നോക്കി കഴിഞ്ഞാൽ ഒരു 160 വരെ കാണിക്കും, പക്ഷേ അതിൻ്റെ ഒരു അത്രയൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ഒരു വണ്ടിയിൽ നിന്നൊരു ലേസിനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗൈസ് ഇപ്പോൾ ഇതിൻ്റെ ടയറിൻ്റെ സെക്ഷനെ പറ്റി എടുത്ത് പറയുവാണെങ്കിൽ, ഇതിൻ്റെ സ്പോക്ക് വീൽസിൻ്റെ സൈസ് കുറച്ചിട്ടുണ്ട്, 19ഉം 17 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹിമാലയനേക്കാൾ നിങ്ങൾക്ക് നൈസായിട്ട് കോർണറിങ് ചെയ്യാം. ബെസ്റ്റ് കോർണറിങ് മെഷീൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഹിമാലയൻ കോർണർ നൈസായിട്ട് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഇത് ഇച്ചിരി കൂടെ നൈസായിട്ട് കോർണർ ചെയ്യാം. നൈസായിട്ട് കുറച്ചുകൂടെ ഒരു കോൺടാക്റ്റ് കിട്ടും നമ്മുടെ റോഡുമായിട്ട്. പിന്നെ നിങ്ങൾക്ക് മൈലേജിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുവാണെങ്കിൽ, നിങ്ങൾക്ക് ഇത് കൂടുതൽ സിറ്റി റൈഡിന് വേണ്ടിയുള്ളൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൈസായിട്ടൊരു 28 to 30, 32 ആ റേഞ്ച് നൈസായിട്ട് മൈലേജ് കിട്ടും. കൂടുതൽ നിങ്ങൾ ഓഫ് റോഡാണ് നോക്കുന്നുണ്ടെങ്കിൽ അതിലും താഴെ മൈലേജ് കുറയാൻ ചാൻസ് ഉണ്ട്. ഒരു 25 ആ റേഞ്ചിലേക്കൊക്കെ മൈലേജ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കൂടുതൽ നിങ്ങളൊരു ഹൈ റവിങ് എഞ്ചിൻ പ്രതീക്ഷിക്കരുത്. നിങ്ങളിപ്പം SD സ്ക്രാംബ്ലറിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഹൈ റവിങ് അല്ലെങ്കിൽ ടോപ്പ് എൻഡിന് വേണ്ടിയുള്ളൊരു എഞ്ചിൻ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇതിൻ്റെ കൂടുതലും കളികളിൽ നിന്ന് കടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോ എൻഡിലും മിഡ് റേഞ്ചിലുമാണ്. ഒരു ഹൈ എൻഡിലേക്ക് പോകുമ്പോൾ ഹൈ റവ് ചെയ്യുമ്പോഴത്തേനും വൈബ്രേഷൻസ് ചെറുതായിട്ട് നമ്മുടെ ഇതിലും മിറേഴ്സിലും
ഫുഡ് റെസ്റ്റിലൊക്കെ അടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിതൊരു ലോങ് സ്ട്രോക്ക് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ലോ എൻഡിനെ അല്ലെങ്കിൽ മിഡ് റേഞ്ചിനെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഈ വണ്ടി പക്കയായിരിക്കും. ഗൈസ്, പിന്നെ ഇവന് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹിമാലയൻ ഹീറ്റ് ആകുന്ന പോലെ സെയിം ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഷൂസും ജീൻസും ഇട്ട് പോകാനേ ഞാൻ പ്രിഫർ ചെയ്യത്തുള്ളൂ. ചെറിയ ഷോർട്ട്സോ മുണ്ടോ ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിലെ രോമൊക്കെ കംപ്ലീറ്റ് കരിഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഓയിൽ കൂളിങ് ആ ഒരു ഹീറ്റിങ്ങിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കൂടുതൽ ഈ ട്രാഫിക്കിലൊക്കെ നിർത്തിയിടുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ പറ്റുന്നത്, നിങ്ങളെ കാലിലേക്ക് അടിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ അഡ്വഞ്ചർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹീറ്റിംഗ് അറിയാൻ പറ്റും. കാര്യം ആദ്യത്തെ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആ ഒരു 3 ഗിയേഴ്സിലായിരിക്കും നിങ്ങൾ കൂടുതൽ ഓഫ് റോഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഗൈസ് അപ്പോൾ എനിക്ക് ഹീറ്റിങ്ങിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഗൈസ്, പിന്നെ നമുക്ക് ഫൈനലി നമ്മുടെ വണ്ടിയുടെ വില നോക്കാം. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് എല്ലോ എന്നാണ്. ഈ ഒരു കളർ വേരിയൻറ്റ് കൂടാതെ ഒരു 6 കളർ വേരിയൻറ്റും വരുന്നുണ്ട്. അതിൻ്റെ പല മോഡൽസും ഉണ്ട്. അതിനൊക്കെ റേറ്റ് എക്സ്ട്രാ കൂടും. ഇപ്പോൾ ഈ ഒരു നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ഇരിക്കുന്ന ഒരു മോഡലിൻ്റെ വില 2,63,000 രൂപയാണ് നമ്മുടെ സെൻറ്റ് മേരീസ് തിരുവല്ലയിലെ ഷോറൂമിൻ്റെ പ്രൈസ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്മുടെ സെൻറ്റ് മേരീസ് തിരുവല്ലയിലെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടാം. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ സബ്സ്ക്രൈബർ ആണെന്ന് കൂടെ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഗൈസ്, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ പുതിയ ഹിമാലയൻ സ്ക്രാം 411 പറ്റി പറയാനായിട്ടുള്ളത്. എനിക്ക് ബേസിക്കലി പേഴ്സണലി വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം ചീപ്പസ്റ്റ് ആയിട്ട്, അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് വെച്ച് നമ്മുടെ സ്ക്രാംബ്ലറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല റേറ്റാണ്. അപ്പോൾ ഇന്ത്യയിൽ ഉള്ളത് വെച്ച് ഏറ്റവും ചീപ്പായിട്ടുള്ള നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ പ്ലസ് ഒരു ടൂററും കൂടാണ് നമ്മുടെ ഈ ഒരു സ്ക്രാം 411. അപ്പം എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, കൂടെ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് നേരെ കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സൈനിങ് ഓഫ് ഫ്രം സിഡ് വീലർ.